ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മുടെ ആൽബം മേക്കിംഗ് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. സത്യത്തിൽ ഇത് ഫസ്റ്റ് പാർട്ടും അത് സെക്കൻഡ് പാർട്ടുമാണ് ആവേണ്ടത്. കാരണം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവൻ്റെ ഫസ്റ്റ് ഫോട്ടോ വെച്ചിട്ടാണ് അത് ചെയ്തത്. പക്ഷേ അതിൻ്റെ മുൻപത്തെ രണ്ട് ഫോട്ടോയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇനി നമുക്ക് ബൈൻഡ് ചെയ്യുമ്പം ഇത് ഫസ്റ്റ് പേജും അത് സെക്കൻഡ് പേജും ആക്കാം കേട്ടോ. അതേ ഇനി വഴിയുള്ളൂ. അപ്പോൾ ഇതേ ഈ ഫോട്ടോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഞങ്ങളുടെ എൻ്റെ ഒരു 9th മന്തിലെങ്ങാണ്ട് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു പാറ്റേൺ പേപ്പർ, നമ്മളിതിന് മുൻപ് എടുത്ത പാറ്റേൺ പേപ്പർ തന്നെയാണ്. അതിലൊന്ന് ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഞാനിതൊരു ജസ്റ്റ് ഒരു വലിയ ടാഗ് പോലെയാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗമൊക്കെ ഒരു ടാഗിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ഇങ്ങനെ ഒരു റൗണ്ടഡ് ബോട്ടം ആക്കി കൊടുത്തു കോർണേഴ്സ്. ഇനി ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് 4 സൈഡിലും. ഇനി ഇത് ത്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു വൈറ്റ് ത്രെഡാണ്. അതിന് 12 റുപ്പീസ് എങ്ങാണ്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു ടൈ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ നോർമൽ ടൈ ആണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ പുതിയ കൂട്ടുകാരോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ കെട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ത്രെഡ് വാങ്ങണ്ടേന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഇതില്ലെങ്കിൽ നമ്മുടെ നോർമൽ ചാക്കുനൂലില്ലേ, അത് വെച്ചിട്ട് ടൈ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മൾ വിൻറ്റേജ് ടൈപ്പുള്ള കുറച്ച് ബട്ടൺസ്, 2 ബട്ടൺസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ മുകളിലും താഴെയായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബട്ടൺസ് നമുക്ക് 1 രൂപ 2 രൂപയൊക്കെ കൊടുത്താൽ ബട്ടൺ ഹൗസിലൊക്കെ ഉണ്ടാവും, അങ്ങനെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രൗൺ കളർ ഉള്ളതാണെങ്കിൽ നമുക്ക് വിൻറ്റേജ് തീമിലൊക്കെ ഒട്ടിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പേജിന് വേണ്ടിയിട്ട്, പേജിലാണല്ലോ ഒട്ടിക്കേണ്ടത്. അപ്പോൾ അതിൽ ഒരു കോർണറിൽ നമ്മൾ ടീ ഡൈ ചെയ്ത് വെച്ച ഒരു പേപ്പറും അതുപോലെ താഴെ ഭാഗത്ത് ബ്ലാക്ക് പേപ്പറും ഒന്ന് ചാർട്ട് പേപ്പർ ഇട്ടോ, അതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ടാഗിൻ്റെ ഷീറ്റ് അവിടെ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് 2 കോഡ്സും കൂടെ അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നാ ബട്ടൻ്റെ നേരെയായിട്ടും അതുപോലെ താഴത്തെ ഇങ്ങനൊരു കോട്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ പരിപാടി ഇത്രയാണ്. പിന്നെ ഒന്ന് ഗ്യാപ്പ് വന്നിപ്പോൾ ബ്ലാക്ക് ചാർട്ടിൻ്റെ അവിടെ ജസ്റ്റ് ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇടയിലോട്ടൊന്നും പറഞ്ഞു എന്നുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സെക്കൻഡ് പേജ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ചാർട്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് സെൻറ്ററിൽ മടക്കി കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ബാക്കി കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഹോൾ കട്ടറിൻ്റെ അതുകൊണ്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ആദ്യം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ മടക്കിയിട്ട് ആ ഒരു പോർഷന് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുത്തു. പിന്നെ അത് നമുക്ക് പേജിലോട്ട് ഒട്ടിക്കണമല്ലോ. അപ്പോൾ ബാക്കിലും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്, നിങ്ങൾക്ക് ബാക്കി കാണുമ്പോൾ മനസ്സിലാവട്ടെ ഞാൻ അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആ ബ്ലാക്ക് കളർ പോർഷൻ ഞാൻ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വേറെ ഒരു പാറ്റേൺ പേപ്പറാണ്. ഇങ്ങനെ വരുന്നതിനും 12 രൂപയാണ് കേട്ടോ. ഇനി അതിൽ നിന്ന് ഇങ്ങനെ മെഷർമെൻറ്റൊക്കെ എടുക്കുന്നുണ്ട്, എത്ര വേണമെന്ന് ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ ബ്ലാക്ക് എന്തിനാണ് ഒട്ടിച്ചതെന്ന്? ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ആ ബ്ലാക്ക് ഒരു ഔട്ട്ലൈൻ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ പേപ്പർ വൈറ്റ് ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വൈറ്റ് പേപ്പറിലോട്ട് ഈ വൈറ്റ് ഒട്ടിച്ചാൽ ആ വൈറ്റ് ഇങ്ങനെ എന്താ പറയുക, കാണില്ല, ഹൈലൈറ്റ് ചെയ്ത് കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തത്. ബ്ലാക്ക് ബോർഡർ വരുമ്പോൾ ഒന്നും കൂടി അത് ഹൈലൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബ്ലാക്ക് ബോർഡർ കൊടുത്തത്. പിന്നെ അപ്പോൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ബാക്കി സൈഡ് വൈറ്റ് ആകുമ്പോഴും ഫോട്ടോ വെച്ചിട്ടൊരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടീ ഡേ ചെയ്ത പേപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഒരു പീസാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോയെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അവൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഒട്ടിച്ചപ്പോൾ എന്തോ ഒരു, കാരണം ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതത്ര വൈറ്റ് പോർഷൻ അല്ല, കുറച്ച് കളർ മങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡാർക്ക് ബോർഡർ കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഇത് ഞാനൊരു ക്യാരി ബാഗാണ് കേട്ടോ, ഏതൊരു ഷോപ്പിൻ്റെ ക്യാരി ബാഗ് ഞാൻ ടീ ഡൈ ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഒരു പിങ്ക് കളറാണല്ലോ വരുന്നത്. അപ്പോൾ അതിലൊന്ന് ഫോട്ടോ ഒട്ടിച്ചിട്ട് ജസ്റ്റ് കൈകൊണ്ട് വെച്ച് ഇങ്ങനെ കീറിയിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് ബോർഡർ കൂടെ വന്നപ്പോൾ ഒന്നും കൂടി അതിൽ വെച്ചാൽ കാണുമെന്ന് തോന്നി, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് കീറുന്നതിന് പകരം വെട്ടിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കീറിയെന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ എടുത്ത സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അതിൽ ബേബി ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സ്റ്റിക്കർ പേപ്പറിലായതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്താൽ തന്നെ നമുക്ക് ഒട്ടിക്കാട്ടോ, ഗ്ലൂ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു കോട്ടുണ്ട്, ബ്രൗൺ കളറിൽ എഴുതിയൊരു കോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു.
പിന്നെ ഒരു കുറച്ച് ചെറിയൊരു കുറവ് കൂടെ തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ഗ്രിഡ് ലൈൻ വരച്ചിട്ടൊരു പാറ്റേൺ പേപ്പർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് താഴെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അതേപോലെ മുകളിൽ നിന്ന് ഒരു പീസ് ഇങ്ങോട്ട് കേട്ടോ താഴോട്ടാക്കിയിട്ട് വെർട്ടിക്കലാക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ആ പേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ പേജും ഈ വീഡിയോയിൽ ഉണ്ടാക്കിയ പേജും. അപ്പോൾ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫസ്റ്റ് വീഡിയോയിലെ പേജാണോ സെക്കൻഡ് ആണോ എന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്